മസ്ജിദ് നബവിയിലെ നബിയുടെ ഖബർ ഒരു തവണ കണ്ടോ അറിയോ? അവിടെ പൊടി മാന്തൂന്ന്. എന്നിട്ട് ഇയാൾ വരെ പൊടി മാന്തി. ഷെയ്ഖ് ബരി, നിങ്ങൾക്ക് മാത്രം ഇട്ട് തരാം ഞങ്ങള്. ഇത് അവിടുത്തെ സെൽഫികളെ. എന്നിട്ട് ഈ പാവപ്പെട്ടവരെ പറ്റിക്കാൻ ഞാനിനി അടുത്ത വർഷം മുടിയിട്ട വെള്ളം മാത്രമല്ല പൊടിയും. എന്തിനാണ് ഉസ്താദേ? ഒരു 10 തലമുറ ജീവിച്ച് മരിക്കാനുള്ള സമ്പത്തില്ലേ? എന്തിന് പറ്റിക്കണം? എന്തിന് ചതിക്കണം? ഏത് പ്രവാചകന്റെ അനുയായികളാണ്? നബിയുടെ ഖബർ എത്ര കാലമായി? ഏറ്റവും രസകരമായ ഒരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചോ? അബൂബക്കർ സിദ്ദീഖിന്റെ, ഉമർ ഇബ്നു ഖത്താബിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ, അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ആ ഭരണകാലഘട്ടം 2 വർഷവും 3 മാസവും 10 ദിവസവും ഖിലാഫത്തുർ റാഷിദ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 കൊല്ലം ഉമർ ഇബ്നു ഖത്താബ്, 12 കൊല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 6 കൊല്ലം അലി ഇബ്നു അബീ ത്വാലിബ്. അന്ന് നബിയുടെ ഖബർ ഓപ്പണ. അന്ന് പറക്കുന്ന അത്ര പൊടി ഇന്ന ടൈലിന് മറക്കും അവിടെ. അന്ന് പൊടി വിട്ടില്ലടോ. കാരണം അന്ന് നിന്നെപ്പോലെ തൊലിക്കെട്ടിയുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്ന പുരോഹിതന്മാരെയും രാഷ്ട്രീയ മേലാളന്മാരെയും സാമൂഹിക നായകന്മാരെയും പിടിച്ചു കെട്ടാത്ത കാലത്തോളം നമ്മുടെ ജനത നന്നാവില്ല. നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെയോ തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ എന്ത് ചെയ്യാനാണ്? സത്യമേ പറയാവൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ട് ആ സത്യം സത്യസമേതം വിളിച്ചു പറയാൻ ജീവിതത്തിന്റെ ഒരു പൊടി പോലും കാണാതെ. ജീവിതം ഒരു അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ. എനിക്കെറിഞ്ഞ ബോംബാണ് സലാഹുദ്ദീൻ ചോയിലേക്ക് കിട്ടിയത്. നിങ്ങൾക്ക് വല്ലതും അറിയുമോ? ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ അള്ളാഹിനോട് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു രക്തസാക്ഷിത്വം. എടുക്കാനും തൊടാനും കിട്ടാത്തൊരു പൊട്ടിത്തെറി. പക്ഷെ സത്യത്തിന് വേണ്ടി 1 മിനിറ്റ് പുലിക്കുട്ടിയായി ജീവിച്ച് മരിക്കാൻ 1000 കൊല്ലം പൂച്ചക്കുട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. നാട് നന്നാവട്ടെ, നഗരം നന്നാവട്ടെ, സമൂഹം നന്നാവട്ടെ. ജീവൻ കൊടുക്കാൻ മഴദിനിയെ തരുന്നു. വെറും വാക്കല്ല ഇത്. ജീവൻ തരാം. നാടിന്റെ ധാർമ്മിക പടക്കാഹളം മുഴക്കാൻ യുവാക്കളെ നിങ്ങൾ സന്നദ്ധമാകുമോ?